ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ ഏറ്റവും വലിയ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റിലാണ്. ഗൾഫ് കൺട്രീസിൽ വെച്ച് തന്നെ ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ ഇത്. അലവേ സെൻട്രൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഏകദേശം 6000 ഹെക്ടറിന് മുകളിലാണ് ഈ മാർക്കറ്റ് വന്നത് കേട്ടോ. മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനത്തെ കുറേ ട്രോളീസ് കാണാം കേട്ടോ. വീൽ ബാരോ ടൈപ്പ് ട്രോളീസാണ് അവർ ബൾക്കായിട്ട് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കാനായിട്ട് യൂസ് ചെയ്യണത്. ഞാനങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. റാസൽഗോർ ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു ഇവിടെ എത്താനായിട്ട്. ബസ് എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എന്നാൽ പ്രൈവറ്റായിട്ട് വണ്ടി ഉള്ളവർക്കാണെങ്കിൽ വളരെ ഈസിലി ആക്സസിബിൾ ആണ് കേട്ടോ ഈ സ്ഥലം. ഓരോ ഔട്ട്ലെറ്റുകളായിട്ടാണ് അവർ ഇവിടെ ഷോപ്പുകൾ കൊടുത്തേക്കുന്നത്. ഏകദേശം 200-ൽ പരം ഔട്ട്ലെറ്റുകളുണ്ട്. ഓരോ ഔട്ട്ലെറ്റിൻ്റെ ഫ്രണ്ടിലും അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടാ. കാരണം നമ്മുടെ നാട്ടിലെ അതേ സ്കീമിലുള്ള ഒരു മാർക്കറ്റ്, എല്ലാവിധ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടുന്ന ഒരു സ്ഥലം. നമ്മൾ നോർമലി ഒരു സൂപ്പർ മാർക്കറ്റിലോ ഗ്രോസറിയിലോ പോയി വാങ്ങുന്ന ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വില പേശാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അതിനേക്കാളും വില കുറച്ച് കിട്ടും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ ഓരോ ഔട്ട്ലെറ്റിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് എന്താ വേണ്ടേ സാധനങ്ങൾ, എന്താ വേണ്ടേ, വില കുറച്ച് തരാമെന്ന് പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യൻസും പാകിസ്ഥാനീസും ബംഗ്ലാദേശുകാരുമാണ്. അവർക്ക് എല്ലാവർക്കും ഒരു ബ്ലൂ യൂണിഫോം ഡ്രസ്സ് ഉണ്ട്. കൂടുതൽ ആളുകൾ ഇവിടെ വന്നിട്ട് ഹോൾസെയിലായിട്ടാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങുന്നത്. പിന്നെ അതുമാത്രമല്ല റീറ്റെയിലായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടേ ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചലകൾ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നല്ല ഫ്രഷ് സാധനം. അത് ഈ പച്ചച്ചീരൊക്കെ നോക്കിയാൽ ഒരു രക്ഷയുമില്ല. പച്ചക്ക് തന്നെ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കണ്ടുപിടിച്ചത്. എവർഗ്രീൻ്റെ ഇല പോലെ ഇരിക്കുന്നു. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേര് അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി സാധനമായിട്ടുണ്ട്, നല്ല ഫ്രഷ് സാധനമാണ്. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും നോക്കി ഓരോന്ന് തൊട്ടും പിടിച്ചും ഞെക്കി ഇങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ ഞാനൊരു വലിയ സാധനം കണ്ടത്. ദേ ഈ കാണുന്ന മത്തങ്ങ, എന്ത് വലിയ മത്തങ്ങകളെ ഇരിക്കുന്നത്. അതും ഈ ലാസ്റ്റ് ഇരിക്കുന്ന മത്തങ്ങയൊക്കെ നോക്കിയാൽ ഓരോന്നും 7, 8, 10 കിലോ ഒക്കെ വരുന്നുണ്ടെന്നാണ് കേട്ടോ ഈ കടയിലെ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഞാൻ കണ്ടതുണ്ടല്ലോ, ഒട്ടുമിക്ക എല്ലാ പ്രവാസികൾക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ചക്ക. അത് ഈ കാണുന്ന ഈ ഹാഫ് ചക്കയ്ക്ക് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ചക്ക മാത്രമല്ല, കപ്പ, കാച്ചിൽ, ചേമ്പ്, അതുപോലെ തന്നെ മഞ്ഞൾ, തേങ്ങ. അതും തേങ്ങയൊക്കെ നോക്കി ചാക്ക് കണക്കിനാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അപ്പം ഞാൻ ചിന്തിച്ചു നമ്മുടെ നാട് എത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിച്ചാന്നുള്ളത്. ഇതേ കാണുന്നതാണ് കേട്ടോ ബീൻ സ്പ്രൗട്ട്സ്. നമ്മുടെ സലാഡ്സ്, സൂപ്പ്, ചൈനീസ് ഡിഷസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ കുറേ ഫ്രൂട്ട്സ് കണ്ടു. ഒത്തിരി ബെറി ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. സ്ട്രോബെറീസ്, ബ്ലാക്ക് ബെറീസ്, മൾബെറി, അതുപോലെ തന്നെ ചെറീസ്, അങ്ങനെ കുറേ ഫ്രൂട്ട്സും കണ്ടു കേട്ടോ. ഒരു വലിയൊരു ഡ്രസ്സ് കൊടുത്ത് 4 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇത്. അപ്പോൾ ദുബായിലുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ നല്ലൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.